എഴുത്തും ചർച്ചയും സജീവമാവുമ്പോഴും രചനകൾ സമൂഹത്തിൽ വേണ്ടവിധം സ്വാധീനം ചെലുത്താത്തതെന്തെന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ടെന്ന പ്രശസ്ത കവി പത്മദാസ് വിക്ടോറിയ കോളേജിൽ ഹരോഹറിന്റെ ലോസ്റ്റ് ഓൾ മോസ്റ്റ് നോട്ട് പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പത്മദാസ്. അനുദിനം നിരവധി സൃഷ്ടികൾ പുറത്തുവരുന്നുണ്ടെങ്കിലും വായനയെ ലഹരിയാക്കാവുന്നതാണോ ചിലതെങ്കിലുമെന്ന സംശയമുണ്ട്. എഴുത്തിനു പോലും അതിർവരമ്പുകൾ സൃഷ്ടിക്കപ്പെടുന്ന കാലത്താണ് നിയന്ത്രണങ്ങളെയും വിലങ്ങുകളെയും വലിച്ചുമാറ്റി ജനഹൃദയത്തിൽ പതിക്കുന്ന രചനകൾക്കാണ് മാറ്റമുണ്ടാക്കാൻ കഴിയുന്നത്. എഴുത്തും ചർച്ചയും സംവാദവും കാലം കൂടുതൽ ആവശ്യപ്പെടുന്നുണ്ടെന്നും പത്മദാസ് പറഞ്ഞു. ഒരു കവി എന്നതിലുപരി നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരാളായിട്ട്, മലയാളം ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളായി എന്നെ വിശേഷിപ്പിച്ചതിലും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അയൽക്കാരനായി എന്നെ വിശേഷിപ്പിച്ചതുമാണ് എനിക്ക് സന്തോഷം കൂടുതൽ നൽകുന്നതെന്ന് ഞാൻ പറയും. കവിയാകുന്നത് സന്തോഷം തന്നെയാണ്. കവിയാകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അതിൻ്റെ മുന്നൊരുക്കങ്ങളുണ്ട്, അതിൻ്റെ വായനകളുണ്ട്. എങ്കിലും ഏതൊരു കവിയും ആത്യന്തികമായി ഒരു നല്ല മനുഷ്യനാകണം. ഞാൻ നല്ല മനുഷ്യനാണോ എന്നുള്ളതിൻ്റെ സൂചനയായിരുന്നു പറയുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അയൽക്കാരനായി എന്നെ ക്ഷണിച്ചതിൽ ആദ്യം തന്നെ ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുന്നു. ഐ ആം എ മലീഷ്യസ് സോഫ്റ്റ്വെയർ എന്നൊരു വാക്ക് ഹരോഹർ അതിൽ പറയുന്നുണ്ട്. ഐ ആം എ മലീഷ്യസ് സോഫ്റ്റ്വെയർ, വിനാശകാരിയായ ഒരു സോഫ്റ്റ്വെയറാണ് അതൊരു പെസിമിസ്റ്റിക് തോട്ടായിരിക്കാം. പക്ഷെ ആ തിരിച്ചറിവ് ഹരോഹറിനെ പോലെയുള്ള ആളുകളിൽ പുതിയ തലമുറയിലുണ്ട് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യം. പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു പുസ്തകം ഏറ്റുവാങ്ങി. ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ ആശ പുസ്തക പരിചയം നടത്തി. സാഹിത്യവേദി മാഗസിൻ സമിതി ഭാരവാഹികൾ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.